അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു തആല അർഹമായ രീതിയിൽ അല്ലാഹു പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു തരട്ടെ. ജീവിതത്തിൽ നാം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും അല്ലാഹു തആല തീർത്തു തരട്ടെ. എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷ സമാധാനം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ദാരിദ്ര്യമില്ലാത്ത, കടങ്ങളില്ലാത്തൊരു ജീവിതം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. ഒരുപാട് സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് പെങ്ങന്മാർ, സഹോദരന്മാരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി എല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ആദ്യമായി നിങ്ങളെ ഉണർത്താനുള്ളത്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. മാത്രം പോരാ, നമ്മുടെ എല്ലാ വീഡിയോകൾക്കും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ആര് ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ ഈ ചാനലിൽ എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണിക്ക് വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നടക്കുന്നുണ്ട്. എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കുക. ഒരുപാട് അത്ഭുത ഫലം ലഭിക്കുന്ന മജ്ലിസാണ്. ഒരുപാട് ആളുകൾക്ക് ആശ്വാസമേകിയ മജ്ലിസാണ് നമ്മുടെ മജ്ലിസ്. ഈ മജ്ലിസ് നിങ്ങളുടെ പരമാവധി ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കണമെന്ന് നിങ്ങൾ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഞാൻ വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ്. എന്താണ് വിഷയം? പ്രിയമുള്ളവരെ, പലരും നമ്മോട് ചോദിക്കാറുണ്ട്, ഉസ്താദേ, വീട്ടിലേക്ക് ഉപദ്രവിക്കുന്ന ജീവികൾ കടന്നു വരികയാണ്. പാമ്പ് പോലെ, കടിക്കുന്ന നായ, അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള ഉപദ്രവിക്കുന്ന ജീവികൾ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. പ്രത്യേകമായി പല സഹോദരിമാരും പറയാറുണ്ട്, പാമ്പ് വീട്ടിൽ അടുക്കളയിൽ കാണുന്നു, അതല്ലെങ്കിൽ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ കാണുന്നു എന്ന് തുടങ്ങി പലരും പറയാറുണ്ട്. എന്നാൽ ഇത്തരം ഉപദ്രവിക്കുന്ന ജീവികളിൽ നിന്ന് രക്ഷ നേടാൻ മാതൃക നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഈ മാർഗം നിങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് തന്നെ കാണാൻ കഴിയും നമ്മുടെ വീട്ടിൽ പിന്നെ ഉപദ്രവിക്കുന്ന ഒരു വസ്തുക്കളും വരികയില്ല. നമ്മുടെ മക്കളൊക്കെ പഠിക്കാൻ പോകുന്നവരാണ്. ഇന്നൊക്കെ പല സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നായ കടിച്ചു, നായ കടിക്കാൻ വന്നു, പേപ്പട്ടി കടിക്കാൻ വന്നു, അതല്ലെങ്കിൽ പാമ്പ് കടിയേറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കേൾക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന സംഗതി, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അത് പതിവാക്കി, നിങ്ങൾ പഠിച്ച് പതിവാക്കി നമ്മുടെ മക്കൾക്കും പഠിപ്പിച്ചു കൊടുത്ത് അവരെ കൊണ്ടും ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഉപദ്രവിക്കുന്ന ജീവികളുടെ എല്ലാ ശല്യത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉപദ്രവിക്കുന്ന ജീവികളുടെ ശല്യത്തിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷ നേടാൻ നാം ചെയ്യേണ്ടത്, പരിശുദ്ധമായ ഖുർആനിലെ 11ാമത്തെ സൂറത്തായ സൂറത്തുൽ ഹൂദിലെ 56ാമത്തെ ആയത്തുണ്ട്. നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഖുർആനുമായി ബന്ധമുള്ള എല്ലാവർക്കും അറിയാം. ആയത്ത് കേട്ട് കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു ആയത്താണ്. ആ ആയത്താണ് നാം പതിവാക്കേണ്ടത്. മാത്രമേ പഠിപ്പിക്കുന്നുണ്ട്, ഈ ആയത്ത് രാവിലെ 3 പ്രാവശ്യം, അതുപോലെ രാത്രി ഉറങ്ങുന്ന നേരത്ത് 3 പ്രാവശ്യം ഓതി കിടന്നു കഴിഞ്ഞാൽ അത്തരം ഉപദ്രവിക്കുന്ന ജീവികളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുമെന്നാണ്. അത്തരം ഉപദ്രവ വസ്തുക്കൾ നമ്മുടെ വീട്ടിലേക്ക് വരികയില്ല എന്നാണ്. ഉപദ്രവിക്കുന്ന ഒരു ജീവിയുടെ ഒരു ഉപദ്രവവും നമുക്ക് കേൾക്കുകയില്ല. മാത്രമല്ല, നമ്മുടെ വീട്ടിലേക്കും പറമ്പിലേക്കും ഒന്നും വരൂല എന്നാണ്. നല്ല നിയ്യത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ ചെയ്യണമെന്ന് മാത്രം. ഏതാണ് ആയത്ത് ഞാൻ പറഞ്ഞുതരാം. സൂറത്തുൽ ഹൂദിലെ 56ാമത്തെ ആയത്ത്. എല്ലാവരും ശ്രദ്ധിക്കണം, 56ാമത്തെ ആയത്താണ്. ആയത്ത് ഞാൻ പറഞ്ഞുതരാം, സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അതല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആയത്ത് ഞാൻ പറഞ്ഞുതരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം.
ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബികും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. ഇതാണ് ആയത്ത്. ഈ ആയത്ത് എല്ലാ ആളുകളും പഠിച്ചു വെക്കുക. ഈ ആയത്ത് നാം ഓതേണ്ടത് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് 3 പ്രാവശ്യം, നേരം പുലർന്ന ഉടനെ സുബഹിസ്കാരം കഴിഞ്ഞ് 3 പ്രാവശ്യം. ഇതിങ്ങനെ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ഉപദ്രവിക്കുന്ന ഒരു വസ്തു നമ്മുടെ വീട്ടിലേക്ക് വരികയില്ല. നമ്മളെയോ നമ്മുടെ മക്കളെയോ ഇത് ചൊല്ലുന്ന ഒരാളെയും ഉപദ്രവിക്കുന്ന വസ്തു അവരിലേക്ക് എത്തുകയോ അവരെ ഉപദ്രവിക്കുകയോ ചെയ്യുകയില്ല എന്ന് മഹത്തുക്കളെ പഠിപ്പിക്കുന്നത്. എല്ലാ മുഅ്മിനീങ്ങളും ഇത് കേട്ട് ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അത്തരം ശല്യങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനും അല്ലാഹു നമുക്ക് ഈ സഹായകരമാവട്ടെ. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പറഞ്ഞിരുന്ന എല്ലാ അറിവുകളും അല്ലാഹു 2 ലോകത്ത് ഉപകാരമുള്ളതാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലായി കൊടുക്കട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇൽമിൽ അല്ലാഹു തആല ബറക്കത്ത് ചൊരിയട്ടെ. നമ്മുടെ ഈ ക്ലാസ്സും നമ്മുടെ മജ്ലിസൊക്കെ അല്ലാഹു പൂർണ്ണമായും സ്വീകരിക്കട്ടെ. ഇതിലൊക്കെ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 2 ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.